വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു എന്നുള്ള വചനമാണ്. ദുഷ്ടത നമ്മുടെ നാശത്തിലേക്ക് നമ്മെ നയിക്കുമ്പോൾ തന്നെ നീതിയോടുകൂടിയുള്ള ഒരു ജീവിതം, സത്യത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, നിർമ്മലമായ ജീവിത വഴികൾ, ചിലപ്പോൾ പെട്ടെന്ന് ചില നന്മകളോ ഉയർച്ചകളോ പദവികളോ ലഭ്യമായി എന്ന് വരികയില്ല. ചിലപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും വേണ്ടതുപോലെയുള്ള ഒരു നന്മ ഈ ഭൂമിയിൽ വെച്ച് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്ന് പോലും വന്നെന്നു വരാം. എന്നാൽ നീതിമാന്മാരെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മുടെ നീതി പ്രവർത്തികൾക്കുള്ള പ്രതിഫലം ഈ ഭൂമിയിലോ അല്ല ഭൂമിയിൽ ലഭ്യമാകുന്നില്ല എങ്കിൽ നിത്യതയിലോ ദൈവം നമുക്ക് നൽകും എന്നുള്ളത് തന്നെയാണ്. എന്നാൽ നീതിയോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ഒരു നന്മയും ലഭ്യമായില്ല എങ്കിലും അവരുടെ തലമുറകളെ ദൈവം അനുഗ്രഹിപ്പാനും ഉയർത്തുവാനും ഇടയായിത്തീരുമെന്നുള്ളതിന് രണ്ട് പക്ഷം ഇല്ല. നമ്മുടെ ജീവിതത്തിനകത്ത് ദുഷ്ടത കൊണ്ട്, തിന്മ കൊണ്ട് സമ്പാദ്യമുണ്ടാക്കുന്നവരും വർദ്ധിച്ചു വരുന്നവരുമായിട്ടല്ല, നീതിയുള്ള ഒരു ജീവിതം നയിച്ച് നിത്യജീവനിലേക്ക് പ്രവേശിക്കപ്പെടാനായിട്ട് നമുക്ക് ഒരുക്കമുള്ളവരായിത്തീരാം എന്നുള്ളതാണ്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, നെബൂഖദ്നേസർ എന്ന് പറയുന്ന ശ്രേഷ്ഠനായ രാജാവ് തന്നോട് കൂടെയുള്ള ആളുകളുടെ ആഗ്രഹപ്രകാരം ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു വിഗ്രഹത്തെ കൊണ്ടുവന്ന് വച്ചിട്ട് അതിനെ വീണ് നമസ്കരിക്കണം എന്നാവശ്യപ്പെടുമ്പോൾ എബ്രായ ബാലന്മാർ അതിനോട് പൂർണ്ണമായി എതിർത്തുകൊണ്ട് ജീവിതത്തിൽ എന്ത് സംഭവിക്കപ്പെടുന്നു എങ്കിലും നീതിക്കു വേണ്ടി ജീവിപ്പാൻ വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാണെന്നും ദൈവം ഒരുവനേ ഉള്ളൂ എന്നും ആ ദൈവത്തെ മാത്രമേ കുമ്പിടുവാനും ആരാധിക്കുവാനും പാടുള്ളൂ എന്നുമുള്ള ആഴമായ വസ്തുത മനസ്സിലാക്കിയിരിക്കെ നെബൂഖദ്നേസർ കൊണ്ടുവന്നു നിർത്തിയിരിക്കുന്ന ആ സ്വർണ്ണ ബിംബത്തെ നമസ്കരിക്കുവാൻ അവർ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്. അവരോട് ഓർമ്മപ്പെടുത്തിയത്, രാജാവ് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല എങ്കിൽ നിങ്ങൾ മരണത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് ആവശ്യപ്പെടുമ്പോൾ ഞങ്ങളെ ആ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിവുള്ളവനാണ് ഞങ്ങളുടെ ദൈവമെന്ന് അവർ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ നെബൂഖദ്നേസർ രാജാവിനോ തന്നോട് കൂടെ നിൽക്കുന്ന ആളുകൾക്കോ എബ്രായ ബാലന്മാർ പറഞ്ഞതിൻ്റെ ഗൗരവങ്ങൾ മനസ്സിലായില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ എരിയുന്ന തീച്ചൂളയിലേക്ക് ചെന്നു വീഴുന്ന എബ്രായ ബാലന്മാർക്കു വേണ്ടി അവരെ മരണത്തിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് നാലാമനായ ക്രിസ്തു ആ തീനാളത്തിനകത്തിറങ്ങിച്ചെല്ലുകയും അവരെ അതിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുവാനിടയായി തീർന്നു എന്ന് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 25-26 വാക്യങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആ കാഴ്ച നെബൂഖദ്നേസർ കണ്ടു എന്നും ഓർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
നീതിക്ക് വേണ്ടി നിൽക്കുമ്പോൾ ചിലപ്പോൾ പ്രശ്നം വരാം, പ്രതികൂലം വരാം, തീച്ചൂളയുടെ അനുഭവം വരാം, തഴയപ്പെടലുണ്ടാകാം, വേദനപ്പെടുത്തുന്ന അനുഭവം ഉണ്ടാകാം. എന്നാൽ നമ്മെ രക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കൂ, മുന്നേറൂ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ ദുഷ്ടത കൊണ്ട് സമ്പാദ്യം നേടുന്നവരായിട്ടല്ല, നീതിയുടെ ജീവിതം കൊണ്ട് നിത്യജീവനിൽ പ്രവേശിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.